ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കേരള ലഞ്ച് മെനുവിൻ്റെ 117ാമത്തെ മെനു ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മെനുവിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് റെസിപ്പീസാണ്. ഒന്ന് പരിപ്പ് കുത്തിക്കാച്ചത്, എൻ്റെ ചാനലിൽ വളരെ പോപ്പുലർ ആയ ഒരു റെസിപ്പിയാണ്. അതിൽ മുരിങ്ങയില ചേർത്തിട്ടാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഒരു പുതിയ റെസിപ്പി ഞാൻ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചത് മുട്ട അവിയലായിരുന്നു. അപ്പോൾ അതും ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ട് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ റെസിപ്പി ഐഡിയാസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മുരിങ്ങയിലയും പരിപ്പും കൂടി കുത്തിക്കാച്ചത് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. മീഡിയം ഹൈ ഹീറ്റിലാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് കരിവേപ്പില ഇട്ടു. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതും ഇട്ടു. ഇനി ഈ ഉള്ളി ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം. മൂപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഒന്ന് കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ഓൾമോസ്റ്റ് ബ്രൗൺ ആകുന്ന സ്റ്റേജിൽ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചുവന്ന മുളക് ചേർത്ത് കൊടുക്കുക, ഇടിച്ച ചുവന്ന മുളക്. അപ്പോൾ അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ തോരപ്പരിപ്പ് നല്ലപോലെ പ്രഷർ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്തിട്ടില്ല, മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടില്ല, ഒന്നും ചേർത്തിട്ടില്ല. വെറുതെ ഒന്ന് പ്രഷർ കുക്ക് ചെയ്ത് എടുത്തിട്ടേ ഉള്ളൂ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്ത് വരണം, എന്നാലേ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പരിപ്പ് വെന്തതും പിന്നെ ഇതിന് കറിക്ക് ആവശ്യമുള്ള വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് കലക്കി ഒഴിച്ചു കൊടുക്കാം. ഇനി രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ വെള്ളമൊക്കെ പരിപ്പിൻ്റെ കൂടെ മിക്സായി ഒന്ന് തിളച്ച് വരുന്ന വരെ നമുക്ക് അടുപ്പത്ത് വെക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പം ഇനി ഈ പരിപ്പൊക്കെ ഒന്ന് നന്നായി തിളച്ച് വരട്ടെ. പരിപ്പ് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മുരിങ്ങയില നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി ഒരു അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഈ പരിപ്പിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പരിപ്പും മുരിങ്ങയിലയും നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ വെള്ളം ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് കുറച്ചും കൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ തിളച്ചോട്ടെ. ഞാൻ ഇത്തിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു. മുരിങ്ങയില നന്നായി ഒന്ന് വെന്ത് വരുന്നവരെ കറി ഒന്ന് തിളയ്ക്കാൻ അടുപ്പത്ത് വയ്ക്കുക. അങ്ങനെ തിളച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള പരിപ്പ് കറി റെഡിയാവും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കാം. അപ്പം നമ്മുടെ മുരിങ്ങയില പരിപ്പ് കുത്തിക്കാച്ചത് കഴിഞ്ഞു. അടുത്തത് നമുക്ക് മുട്ട അവിയൽ ഉണ്ടാക്കാം. മുട്ട അവിയൽ ഉണ്ടാക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു പാനിൽ ഞാൻ ഇതങ്ങനെ ഉരുളക്കിഴങ്ങ്, തക്കാളി, മുരിങ്ങക്കായ ഇത്രയും മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വെന്ത് മുരിങ്ങക്കായും ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ വെന്ത് വരട്ടെ. അപ്പോൾ അത് വെന്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഒന്ന് വറ്റുന്നവരെ നമുക്ക് അടുപ്പത്ത് വെക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളവും വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് തേങ്ങ, മഞ്ഞൾപ്പൊടി, ചുവന്ന മുളക്, ജീരകം ഇത്രയും ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കഷ്ണങ്ങളിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം ഇട്ട് ഇളക്കരുത്. സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ, ഇല്ലെങ്കിൽ കഷ്ണമൊക്കെ ഉടഞ്ഞു പോകും. അപ്പം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ തേങ്ങ ഒന്ന് അതിൻ്റെ പച്ചസ്വാദ് പോണ വരെ ഒന്ന് കുക്കായിക്കോട്ടെ. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് ലേശം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മുകളിൽ കൂടെ. പിന്നെ അവിയലിൽ നമ്മൾ ചേർക്കുന്ന പോലെ മുകളിൽ കൂടെ കുറച്ച് കരിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് കരിവേപ്പില ആഡ് ചെയ്യാം. ഈ തീ നല്ലപോലെ കുറച്ച് വെക്കുക. ഇനി നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്, അതായത് മുട്ട ചേർക്കാനുള്ള സമയമായിട്ടുണ്ട്.
അപ്പോൾ ഞാൻ മുട്ട ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഹാർട്ട് ഷേപ്ഡ് മുട്ടയും കൂടെ കിട്ടിയിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് മുട്ടയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെല്ലെ സൈഡ് കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ, ഇല്ലെങ്കിൽ മുട്ട മൊത്തമായിട്ട് ഉടഞ്ഞു. അപ്പോൾ നമുക്കിതൊന്ന് സൈഡിൽ നിന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിങ്ങനെ തന്നെ കുറച്ച് നേരം അടുപ്പത്ത് ഇരുന്നോട്ടെ. അപ്പോൾ നമ്മുടെ മുട്ട അവിയലും റെഡിയാവും. അപ്പോൾ ഇന്നത്തെ സിമ്പിൾ ടേസ്റ്റി റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കട്ടെ. കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.